ദിവസങ്ങളായി തുടരുന്ന മഴയിൽ നാശനഷ്ടങ്ങളും അപകടങ്ങളും വ്യാപകമാവുന്നു. കോഴിക്കോട് വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായ റിട്ടയർഡ് അധ്യാപകൻ മാത്യു കുളത്തിങ്കലിന്റെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. 185 കുടുംബങ്ങളിലായി 900 പേർ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ്. ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പ്രദേശം ഷാഫി പറമ്പിൽ MP സന്ദർശിച്ചു. ഞാനിപ്പോ വെലങ്ങാടിലെ മഞ്ഞച്ചീളി എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. നിങ്ങൾ എന്റെ പുറകിൽ കാണുന്നത് വലിയ ഉരുൾപൊട്ടലുണ്ടായി ആ വനത്തിൽ നിന്ന് കല്ലും മണ്ണും വെള്ളവും പാറയും എല്ലാം ഒഴുകി വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. കാണുമ്പോൾ ഇത് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പുഴയുടെ പോലെ തോന്നുമെങ്കിലും ഇവിടുത്തെ ഒരു ഭീകരാവസ്ഥ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പറയാണ്. ഇവിടെ ഒരു ചെറിയ കടകളും അതുപോലെ വായനശാലയും നിരവധി വീടുകളുള്ള ഒരു പ്രദേശമായി. ആ പ്രദേശം തന്നെ ഇല്ലാതായ തരത്തിലായി പോയിരിക്കുകയാണ്. ഒന്ന് അങ്ങോട്ട് നോക്കുക, ആ സൈഡിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. അവിടെ നിങ്ങളൊന്ന് കാണിച്ചാൽ അവിടെയൊക്കെ വീടുകളാണ് ഉണ്ടായിരുന്നത്. ആ മണ്ണടിഞ്ഞ് നിൽക്കുന്നതൊക്കെ വീടുകളാണ്. കുറച്ചും കൂടെ റൈറ്റിലേക്ക് നോക്കിയാൽ അവിടെയൊക്കെ വായനശാലയാണ്. ഇതിന്റെ തൊട്ട് താഴെ നിങ്ങൾ താഴോട്ട് നിങ്ങൾ നോക്കും. ഇതിന്റെ തൊട്ട് താഴെ കാണുന്ന പാറയും കല്ലും ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ആളുകൾ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു പ്രദേശം. ഒന്ന് അങ്ങോട്ട് നോക്കി, ആളുകൾ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ മൂന്ന് കടകളുണ്ടായിരുന്നു, നിരവധി വീടുകളുണ്ടായിരുന്നു, അതുപോലെ ഒരു കുരിശുപള്ളി ഉണ്ടായിരുന്നു. ഇവിടെ അന്വേഷിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത്. അന്ന് രാത്രി മേലെ ഉരുൾപൊട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു ചെറിയ സൂചന കിട്ടിയതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ വീടുകളിൽ നിന്നും ആളുകളെ മാറ്റി. ആ ആളുകൾ മാറിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ വയനാട് കേട്ടതുപോലെ വലിയൊരു ദുരന്ത വാർത്ത ഇവിടെയും കേൾക്കേണ്ടി വരുമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം ഇവിടെ വളരെ ഭീകരമാണ്. ഞാൻ അപ്പുറത്ത് മഞ്ഞത്തീന്റെ അപ്പുറത്ത് മഞ്ഞത്തീന്റെ ഭാഗത്തേക്ക് പോയി. അങ്ങോട്ടേക്ക് ഒരു വാഹനവും പോകാൻ പറ്റില്ല. ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് തീർത്തും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അവർക്കൊരു വശത്തേക്കും ഒരു വാഹനത്തിൽ പോകാൻ കഴിയില്ല. രോഗിയായിട്ടുള്ള ആളുകൾ, വയസ്സായ ആളുകൾ വരെയുണ്ട്. അതുപോലെ തന്നെ മരുന്നിന് ആവശ്യമുള്ളവർ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. അവശ്യ വസ്തുക്കളൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം. ഇപ്പോ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെയും NDRFന്റെയും ടീം നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അവരെല്ലാവരും വന്ന് ഇപ്പോ ഒരു താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു ചാക്ക് അരിയോ ഒരു ക്യാൻ വെള്ളമെങ്കിലും കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഏതാണ്ട് ഇന്ന് പൂർത്തിയായാൽ നമുക്ക് കുറച്ച് സാധന സാമഗ്രികൾ ഈ പ്രദേശത്ത് വേണ്ടിവരും എന്ന് മാത്രമല്ല, ഇവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇവിടെ ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് എന്ത് നഷ്ടപരിഹാരം കൊടുത്താലും ഇവിടുത്തെ ആളുകൾക്ക് ഒരു വീട് ഇവിടെ പണിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ദയനീയമായ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇടങ്ങൾ പല പ്രദേശങ്ങളെ ഇല്ലാതായിപ്പോയി. പലരുടെയും വീടുകൾ പൂർണ്ണമായിട്ട് ഇല്ലാതായിപ്പോയി. പലർക്കും ഈ വീടുകളിൽ ചെന്ന് താമസിക്കാൻ പറ്റാത്ത സാഹചര്യമായി പോയി. അവരുടെ കൃഷിയും കടയും മറ്റെല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് വെലങ്ങാട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂടെ നമുക്കും പങ്കാളികളാവാം. ഈ മലയോര പ്രദേശത്ത് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. 15 വീടുകൾ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും ഒലിച്ചുപോയി. 25 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. 50 ഏക്കർ കൃഷിഭൂമിയിലെ കാർഷിക വിളകൾ നശിച്ചു.